ഇതിപ്പോൾ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. എല്ലാ ഇൻസുലിനും സെയിം അല്ല. ഒന്നിന് വലിയ പൈസ, വേറൊന്നിന് ചെറിയ പൈസ, എന്നാൽ മറ്റൊന്നിനോ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നൊരു പൈസ. ഈ പൈസക്കനുസരിച്ച് തന്നെ ഇതിൻ്റെ ഒരു എഫക്റ്റും. ചിലത് പെട്ടെന്ന് എഫക്റ്റ് വരും, ചിലത് കുറച്ച് എഫക്റ്റ് വരും, ചിലത് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന എഫക്റ്റ് വരും. ശരിക്കും ഇതെന്താണ് ഈ സംഭവം? ഈ ഇൻസുലിൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ പാൻക്രിയാസിന് സെക്രീറ്റ് ചെയ്യുന്ന ഒരു തരം ഹോർമോണാണ്. അവയാണ് നമ്മുടെ ഈ ബ്ലഡ് ഷുഗർ ലെവലിലേക്ക് കൺട്രോൾ ചെയ്യുന്നത്. ഇവരുടെ ഒരു അഭാവം കൊണ്ടാണ് ചിലവർക്കൊക്കെ ഡയബറ്റീസ് ഒക്കെ ഉണ്ടാകുന്നത്. ചില ആൾക്കാർക്ക് ഇത് പുറമേ നിന്ന് കൊടുക്കേണ്ടി വരും. അതായത് നമ്മുടെ ഈ ഫാർമസി കാണുന്നില്ല ഇൻസുലിൻസ്, അത് പുറമേ നിന്ന് ഇഞ്ചെക്ട് ചെയ്യേണ്ടി വരും. ഇനി ഈ ഇൻസുലിൻ തന്നെ അതിൻ്റെ വേഗതക്കും അതിൻ്റെ ആക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ട് മെയിനായിട്ട് 5 ടൈപ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ് റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ. പേര് പോലെ തന്നെ ഇത് ഇഞ്ചെക്ട് ചെയ്ത് ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങും. സാധാരണ ഇത് നമ്മൾ ഉച്ചയൂണിന് തൊട്ട് മുമ്പാണ് ഇഞ്ചെക്ട് ചെയ്യാറ്. അതുപോലെ തന്നെ ഇതിന്റെ എഫക്റ്റ് എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 3 മുതൽ 5 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ടാണെങ്കിൽ ഇൻസുലിൻ ലിസ്പ്രോ, ഇൻസുലിൻ ആസ്പാർട്ട് ഒക്കെ പറയാം. രണ്ടാമത്തതാണ് ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ. ഇതിനെ റെഗുലർ ഇൻസുലിൻ എന്നും പറയും. ഇത് ഇഞ്ചെക്ട് ചെയ്ത് ഒരു 30 മിനിറ്റിനുള്ളിൽ തന്നെ എഫക്റ്റ് കാണിക്കാൻ തുടങ്ങും. സാധാരണ ഇതൊരു 6 മുതൽ 8 മണിക്കൂർ വരെയാണ് നീണ്ടു നിൽക്കാറ്. എക്സാമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ ഹ്യൂമിലിൻ ആർ, ഹ്യൂമൻ അക്ട്രാപ്പിഡ് ഒക്കെ പറയാം. മൂന്നാമത്തതാണ് ഇന്റർമീഡിയറ്റ് ഇൻസുലിൻ. ഇത് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 മുതൽ 2 മണിക്കൂർ വരെ എടുക്കും ഇതിന്റെ എഫക്റ്റ് കാണിക്കാൻ. അതുപോലെ തന്നെ ഇത് ഏതാണ്ട് 12 മുതൽ 18 മണിക്കൂർ വരെ ഇതിന്റെ എഫക്റ്റ് നീണ്ടുനിൽക്കുകയും ചെയ്യും. സാധാരണഗതിയിൽ നമ്മൾ ഈ ഉച്ചയൂണിന് ശേഷവും അതുപോലെ തന്നെ രാത്രി വരെയൊക്കെ ഷുഗറിൽ വ്യതിയാനം വരാൻ സാധ്യതയുണ്ട്. അത് കൺട്രോൾ ചെയ്യാനാണ് മെയിനായിട്ട് ഇന്റർമീഡിയറ്റ് ഇൻസുലിൻ യൂസ് ചെയ്യുന്നത്. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ NPH ഇൻസുലിൻ അഥവാ ന്യൂട്രൽ പ്രോട്ടമിൻ ഹാക്ഡോൺ ഇൻസുലിൻ എന്ന് പറയും. നാലാമത്തതാണ് ലോങ് ആക്ടിങ് ഇൻസുലിൻ. ഇതിന്റെ എഫക്റ്റ് സ്ലോലി ഉണ്ടാകും. അതുപോലെ തന്നെ 24 മണിക്കൂർ അല്ലെ അതിൽ കൂടുതൽ ഇതിന്റെ എഫക്റ്റ് നീണ്ടെടുക്കാനും സാധ്യതയുണ്ട്. യൂഷ്വലി ഇത് ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. എക്സാമ്പിൾ ആയിട്ടാണെങ്കിൽ ഇൻസുലിൻ ഡെറ്റമിർ, ഇൻസുലിൻ ഗ്ലാർഗിൻ ഒക്കെ പറയാം. അഞ്ചാമത്തതാണ് പ്രീ മിക്സഡ് ഇൻസുലിൻ. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഷോർട്ട് ആക്ടിങ് അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ആക്ടിങ് ഇൻസുലിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഈസിയർ ആയിട്ട് ഡോസിങ് ചെയ്യേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കുന്നത്. എക്സാമ്പിൾ ആയിട്ടാണെങ്കിൽ മിക്സ്ഡ് 30/70 ഒക്കെ പറയാം. എല്ലാ ഇൻസുലിനും അതിൻ്റെതായ ടൈമിങ്ങും ഉദ്ദേശവും ഉണ്ട്. എപ്പോഴാണ് നിങ്ങളുടെ ഇൻസുലിൻ എടുക്കേണ്ടതെന്നും അതും എത്രമാത്രമാണ് എടുക്കേണ്ടതെന്നും നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക. കാരണം ഇൻസുലിന്റെ കാര്യത്തിൽ എപ്പോഴും ടൈമിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ്.